ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫിദ നൗഫൽ ഫ്രം മൈ ഫാഷ്. ഇന്ന് ഞാൻ ഈ ഒരു ബൂട്ടീസിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതാണ് കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്ക്. അതിൽ നമ്മൾ ആ ഒരു ബൂട്ടീസിൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലേസും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഏകദേശം അതുപോലെ മാച്ച് ആവുന്ന ലേസൊക്കെ കുറേ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബൂട്ടീസിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബൂട്ടീസ് മേക്ക് ചെയ്യുന്നത് സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മളിപ്പം ഈ ഒരു ബൂട്ടീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. നമ്മളിത് ഓർഗൻസ ഫാബ്രിക്സിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് നമ്മൾ ഉരുക്കിയിട്ടെടുത്ത് സൈഡൊക്കെ ഒന്ന് നമ്മൾ മെഴുകുതിരിയോ ലൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു സൈഡൊന്ന് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വരണം. അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ ഓർഗൻസ ഫാബ്രിക്കിലായതുകൊണ്ട് തന്നെ വളരെ കെയർ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലവേഴ്സ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നതിൽ 20% ഒന്നെങ്കിൽ കരിഞ്ഞോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് നല്ലോണം ഒന്നിങ്ങനെ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ അത്രയും കെയർ ചെയ്തിട്ട് നമ്മളത് ചെയ്തെടുക്കുക, ഓരോ ഫ്ലവേഴ്സ് ഓരോ പെറ്റൽസ്. അപ്പോൾ അതിൽ നല്ല നല്ല ഷേപ്പുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവേഴ്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് സൈസിലുള്ള പേൾസും ബീഡ്സും ക്രിസ്റ്റൽസും ഒക്കെ വെച്ചിട്ട് എത്രമാത്രം ഹൈലൈറ്റ് ചെയ്യാൻ കഴിയുമോ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രയും ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങൾ ഐഡിയാസ് അനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനതുപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഷൂസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ റെഫറൻസ് ഇതുപോലെ ഇങ്ങനെ പേൾസും ബീഡ്സും നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതുപോലെ മാക്സിമം അതിനോട് ഒരു 95% എങ്കിലും സാറ്റിസ്ഫൈ ആവാൻ വേണ്ടി നമ്മൾ എന്താക്കുക മാക്സിമം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയാതെ മാക്സിമം ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ ഓരോ ബീഡ്സും അതുപോലെ തന്നെ കട്ട് ബീഡ്സും ഒക്കെ തുന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു റെയിൻബോ ഷെയ്ഡിലേക്ക് വരുന്ന ബീഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബൂട്ടീസ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നമുക്ക് ഞാനിപ്പോൾ അതിൽ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ബീഡ്സും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഇതുണ്ടോ ഡിഫറെൻറ്റ് സൈസിലുള്ള പേൾസ് മാത്രമല്ല ക്രിസ്റ്റൽ ബീഡ്സും നമ്മൾ ആ ഒരു റെയിൻ സ്റ്റോൺസും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോന്നും ഇതുപോലെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ഓരോന്നും ഒത്തിരി ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് 2 days കൊണ്ടും 3 days കൊണ്ടൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് തരാമെന്ന് പറ്റും. ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഡേയ്സിൻ്റെ പ്രശ്നം കൊണ്ട്. അധികം മലയാളികൾ വളരെ കുറഞ്ഞ ഡേയ്സിലാണ് നമുക്ക് ഓർഡേഴ്സ് ഓർഡേഴ്സ്. എനിക്കിഷ്ടപ്പെട്ടൊരു സ്റ്റോണാണ് കേട്ടോ ഇത്. നമ്മൾ ഏത് വർക്കിൽ വെച്ചാലും ഭയങ്കരമായിട്ട് നല്ലൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പം നല്ല ഭംഗിയാണ് ഇത് വെച്ചാൽ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു 2 weeks മുമ്പെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുമ്പം നമുക്ക് എല്ലാം ചെയ്ത് തീർക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അതിൻ്റെ. ഇതിൽ നമ്മൾ ആക്സസറീസ് ഷൂസ് പിന്നെ നമ്മളൊരു ഹാൻഡ് ഗ്ലൗസ് പിന്നെ ഹെയർ ആക്സസറീസ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു ടൈലാണ് കേട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തും ഹാൻഡ് സ്റ്റിച്ച് വരുന്ന ഡിഫറെൻറ്റ് സ്റ്റോൺ വരുമ്പോൾ കേട്ടോ അതിൻ്റെ ആ ഒരു ഭംഗി വരിക. അതുപോലെ തന്നെ ഒരു ഫ്ലവേഴ്സൊക്കെ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുന്നത് നമ്മൾ ചെയ്യുന്നതിൽ ഒരു 80% മാത്രമേ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടാറുള്ളൂ. ഓരോ ടൈമിലും നമുക്ക് ഓരോരു റിസർച്ചിങ് ഇതായിരിക്കും. നമ്മൾ ലാസ്റ്റ് ഇയറൊക്കെ എനിക്ക് ആ ഒരു സ്ട്രക്ചേർഡിൻ്റെ ആ ഒരു വയറിൻ്റെ ഒക്കെ ബേക്കിലായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു ഫ്ലവേഴ്സിനാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒബ്സഷൻ എന്ന് പറയുക. കാരണം ഞാൻ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ കറക്റ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഫിനിഷിങ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ.